അസുഖങ്ങൾ നമുക്ക് പല വിധത്തിലാണ്. അതിൽ വീഴ്ച കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ വാതസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെ ശരീരത്തിൽ നീര് കെട്ടുന്ന തരത്തിലുള്ള പല വിധത്തിലുള്ള അസുഖങ്ങൾ, അതിന് കാരണങ്ങൾ പലതാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് സംഭവിക്കുന്ന വീഴ്ചകളോ അല്ലെങ്കിൽ അടി, തട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതുകൾ, അത് കാലപ്പഴക്കം വന്നിട്ടുള്ള മർമാഘാതങ്ങൾ, ഇത്തരത്തിൽ പല വിധത്തിലാണ് നമുക്ക് അസുഖങ്ങളുണ്ടാവുന്നത്. അങ്ങനെ അത്തരത്തിൽ അസുഖങ്ങൾ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ പലവിധ മർമാഘാതങ്ങൾ ഏൽക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കുറേ വർഷം മുൻപേ ഏറ്റിട്ടുള്ള തലയിലെ തട്ടോ അല്ലെങ്കിൽ ഇറുകിക്കുത്തായിട്ടുള്ള വീഴ്ച അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാരണങ്ങളെ കൊണ്ടും വാദമുണ്ടായതായിട്ട് നമുക്ക് ധാരാളം കാണാം. അപ്പോൾ അത്തരത്തിൽ മർമാഘാതം മൂലമുള്ള വീഴ്ചകളോ അടികളോ തട്ടുകളോ അല്ലാതെ ഉള്ള ആഘാതങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ കൈകൊണ്ട് ഒഴിഞ്ഞ് മാറാത്ത പല കേടുകൾക്കും കിഴികൾ വയ്ക്കാറുണ്ട്. കിഴികൾ തൈലത്തിൽ ചൂടാക്കി കുത്തി ആ നീരിനെ അവിടെ നിന്ന്, ആ ആഘാതത്തെ അവിടെ നിന്ന് ഇളക്കി കളയാണ് സാധാരണ ചെയ്യുക. കിഴികൾ പല വിധമാണ്. അത് ഇലക്കിഴി, ധാന്യക്കിഴി, പൊടിക്കിഴി, മാംസക്കിഴി, മുട്ടക്കിഴി, അങ്ങനെ പല വിധത്തിൽ കിഴികൾ ഉപയോഗിക്കാറുണ്ട്. തൈലം ഉപയോഗിച്ചും തൈലമില്ലാതെയും അതുപോലെ ആവിയിൽ പുഴുങ്ങിയും ഒക്കെ കിഴികൾ ഉപയോഗിക്കാറുണ്ട്. ഓരോ അസുഖത്തിൻ്റെ ഡെപ്ത് അനുസരിച്ചാണ് കിഴികൾ ഏത് വേണമെന്നുള്ളത് തീരുമാനിക്കുക. ആ വ്യക്തിയുടെ ശരീരഘടന നോക്കിക്കൊണ്ടാണ് ഏത് തരത്തിലുള്ള കിഴികളാണ് വേണ്ടതെന്നും ആ വ്യക്തിക്ക് അനുയോജ്യമായ തൈലം അത് ഏത് തരത്തിലുള്ള തൈലങ്ങളാണ് വേണ്ടത് എന്നൊക്കെ, മുക്കൂട്ടാണോ അല്ലെങ്കിൽ മുറിവെണ്ണയാണോ, അങ്ങനെ. അപ്പോൾ മുറിവെണ്ണ തന്നെ നമുക്കറിയാം, ഒരു 10-12 തരം മുറിവെണ്ണകളുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കുന്നതൊക്കെ തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ ഗുരുക്കന്മാർ പഠിപ്പിച്ചു വന്നിട്ടുള്ള അതിവിശേഷമായിട്ടുള്ള മുറിവെണ്ണകളാണ്. ചെറിയ മർമാഘാതം മുതൽ ചെറിയ ഉളുക്ക് ചതവ് മുതൽ ഒരുപാട് പഴക്കമുള്ള ആഘാതങ്ങൾക്ക് വരെ വ്യത്യസ്ത തരത്തിലുള്ള കിഴികൾ ഉപയോഗിക്കാറുണ്ട്. ആ കിഴികൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ഭാഗത്തെ വീർത്ത് തടിച്ചു നിൽക്കുന്ന ആ നീരിനെ കംപ്ലീറ്റ് വറ്റിച്ച് കളഞ്ഞ് അവിടുത്തെ നാഡീഞരമ്പുകളിലെ ബ്ലോക്കുകളെ മാറ്റി, ആ മർമ്മ ആഘാതങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും എല്ലുകൾ മറ്റൊക്കെ ഉടക്കി കിടക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം കറക്റ്റ് ആ സ്ഥാനത്തേക്ക് ഇട്ട് അവിടെ സാധാരണ പോലെയാക്കി മാറ്റാൻ വളരെയേറെ സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇവിടെ കിഴികൾ. ആ കിഴികളൊക്കെ തന്നെ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഓരോ ആളുകൾക്കും അനുയോജ്യമായ കിഴികളുണ്ടെന്ന് മാത്രം.